ഒക്ടോബർ 5 27-ാം ആഴ്ചയിലെ ഞായറാഴ്ച. ലൂക്ക 17 5 മുതൽ 10 വരെ വാക്യങ്ങൾ. ബ്രെൻഡ എന്ന യുവതി തൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരു വലിയ ഗ്രാനൈറ്റ് പാറക്കെട്ട് കയറാൻ പോയി. മരണഭീതി ഉണ്ടായിരുന്നെങ്കിലും അവൾ ആ സംഘത്തോടൊപ്പം ആവശ്യമായ ഗിയർ ധരിച്ച് കയറിൽ പിടിച്ച് ആ പാറയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഒരവസരത്തിൽ അല്പം ശ്വാസം എടുക്കാൻ കഴിയുന്ന ഒരു വിടവിൽ അവൾ എത്തി. അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ സുരക്ഷാ കയർ പൊട്ടി ബ്രെൻഡയുടെ കണ്ണിൽ തട്ടി. അവളുടെ കോണ്ടാക്റ്റ് ലെൻസിൽ തട്ടി. അത് താഴെ വീണു. അടുത്തെവിടെയെങ്കിലും വീണിരിക്കാമെന്ന് കരുതി, പക്ഷേ കണ്ടില്ല. അവളുടെ കാഴ്ച ഇപ്പോൾ മങ്ങുകയാണ്. നിരാശയായി അസ്വസ്ഥയാകാൻ തുടങ്ങി. അത് കണ്ടെത്താൻ തന്നെ സഹായിക്കണമെന്ന് അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ പർവ്വതങ്ങളെല്ലാം അങ്ങേക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള എല്ലാ കല്ലും ഇലയും അങ്ങേക്കറിയാം. എൻ്റെ കോണ്ടാക്റ്റ് ലെൻസ് എവിടെയാണെന്ന് അങ്ങേക്ക് കൃത്യമായി അറിയാം. ദയവായി അത് കണ്ടെത്താൻ എന്നെ സഹായിക്കണമേ. ഒടുവിൽ ആ പർവ്വതാരോഹണ സംഘം താഴേക്ക് നടന്നു. താഴെ എത്തിയപ്പോൾ മുകളിലേക്ക് കയറാൻ തുടങ്ങുന്ന ഒരു പുതിയ കൂട്ടം പർവ്വതാരോഹരെ കണ്ടു. അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹേയ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കോണ്ടാക്റ്റ് ലെൻസ് നഷ്ടപ്പെട്ടോ? ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് ആ പർവ്വതാരോഹകൻ അത് കണ്ടത് എന്നറിയാമോ? ഒരു ഉറുമ്പ് ആ പാറയുടെ പുറത്തൂടെ പതുക്കെ നീങ്ങി ഈ കോണ്ടാക്റ്റ് ലെൻസും വെച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ അവിശ്വസനീയമായ കഥ കോണ്ടാക്ട് ലെൻസിൻ്റെയും ബ്രെൻഡ നടത്തിയ പ്രാർത്ഥനയുടെയും ഉറുമ്പിൻ്റെയും കഥ അവൾ തൻ്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ കോണ്ടാക്ട് ലെൻസും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ഉറുമ്പിൻ്റെ ചിത്രം വരച്ചു. എന്നിട്ട് ഉറുമ്പ് ഇങ്ങനെ പറയുന്നതായിട്ടും, കർത്താവേ, എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുപോകാൻ നീ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെനിക്ക് ഭക്ഷിക്കാൻ കഴിയില്ല, ഇത് ഭാരമുള്ളതാണ്. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് ഇതാണെങ്കിൽ ഞാനത് ചുമന്നുകൊണ്ട് പോയിക്കോളാം. ദൈവമേ, ഈ ഭാരം ചുമക്കാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിലെനിക്കൊരു ഗുണവും കാണാൻ കഴിയുന്നില്ല. വളരെ ഭാരമുള്ളതുമാണ്. പക്ഷെ അത് ചുമക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനത് കൊണ്ടുപോകും. ഇതിനെയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. വിശ്വാസം നമ്മുടെ ജീവിതം അന്യായമായോ അവ്യക്തമായോ തോന്നുമ്പോഴും ദൈവത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും ശ്രദ്ധിക്കുന്ന ആരാധനയെക്കുറിച്ചും ആവശ്യമുള്ളത് ചെയ്യുന്ന സേവനത്തെക്കുറിച്ചും ഇന്നത്തെ വായനകൾ നമ്മോട് പറയുന്നു. സുവിശേഷത്തിൽ ഒരു കടുകും പണിയോളം ചെറിയ വിശ്വാസത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് യേശു പരാമർശിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിപ്പം നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സാന്നിധ്യത്തെയും പ്രവർത്തനത്തെ അപേക്ഷിച്ച് അത്ര പ്രധാനമല്ലെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. സുവിശേഷം വിശ്വസ്തനായ ഒരു ദാസൻ തൻ്റെ കടമ നിർവഹിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്നു. യേശുവിനെ അനുഗമിക്കുക എന്നാൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യുക എന്നാണ്. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ക്രിസ്തീയ കടമയുടെ ഭാഗമാണ്. വിശ്വാസത്തിൻ്റെ ദാനം സ്വീകരിക്കുന്നത് അത് ഒരു കടുകുമോണി പോലെ ചെറുതാണെന്ന് തോന്നിയാലും നിരവധി അത്ഭുതകരമായ കാര്യങ്ങൾ അത് സാധ്യമാക്കുന്നു. മരങ്ങൾ പിഴുതെറിഞ്ഞ കടലിൽ
ഇടുന്നത് പോലും അത് സാധ്യമാകും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.